സുവിശേഷ പ്രഭാഷണ വേദികളിൽ ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്. നെയ്യില്ലാത്ത നെയ്യപ്പം പോലെയാണ് പല സുവിശേഷ യോഗങ്ങൾ. പേര് നെയ്യപ്പം എന്നാണ്, പക്ഷെ ഒരിറ്റ് നെയ്യ് അതിനകത്തില്ല. പേര് സുവിശേഷ യോഗം എന്നാണ്, പക്ഷെ പല സുവിശേഷ യോഗങ്ങളും കോമഡി പ്രോഗ്രാമുകൾ, പല സുവിശേഷ വേദികളും കുറ്റം പറച്ചിലുകളാണ്. യൂട്യൂബേഴ്സിനെ പോലെ വ്യൂവേഴ്സിനെ കൂട്ടാനുള്ള കുറ്റം പറച്ചിലുകൾ പല സുവിശേഷ യോഗങ്ങളിലും നിറഞ്ഞു നിൽക്കുമ്പോൾ എന്നെ പോലെ ഒരാൾക്ക് സമയത്തിന് ഇങ്ങോട്ട് വന്ന് പ്രസംഗിച്ച് സ്വത്രാക്ഷം മേടിച്ച് പോയാൽ മതി. പക്ഷെ ഇതിന് പിന്നിൽ അധ്വാനിച്ച, പണം ചെലവാക്കിയ, കഷ്ടപ്പെട്ട ദൈവദാസന്മാർ, ദൈവമക്കളുണ്ട്. അവരെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല. അതിനപ്പുറം കർത്താവിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ പറ്റില്ല. വിശുദ്ധ വേദപുസ്തകത്തിലെ 27 പുതിയ നിയമ പുസ്തകങ്ങളിലെ പ്രാരംഭ 4 പുസ്തകങ്ങളെ നമ്മൾ വിശേഷിപ്പിക്കുന്നു സുവിശേഷങ്ങൾ. മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. 4 സുവിശേഷങ്ങൾ എന്നാണ് നാം അതിനെ വിശേഷിപ്പിക്കുന്നത്. ഈ സുവിശേഷ പുസ്തകങ്ങളിലെല്ലാം സുവിശേഷകന്മാർ യേശുവിന്റെ ജനനം, യേശുവിന്റെ ജീവിതം, യേശുവിന്റെ ശുശ്രൂഷ, യേശുവിന്റെ മരണം, യേശുവിന്റെ അടക്കം, യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നിത്യാദി വിഷയങ്ങളെ വളരെ ആവേശത്തോടെ പ്രതിപാദിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശുവിന്റെ രാജത്വത്തെയും, മർക്കോസ് യേശുവിന്റെ ദാസത്വത്തെയും, ലൂക്കോസ് യേശുവിന്റെ മനുഷ്യത്വത്തെയും, യോഹന്നാൻ യേശുവിന്റെ ദൈവത്വത്തെയും, അങ്ങനെ യേശുവിനെ മാറി മാറി വ്യത്യസ്ത വെളിപ്പാടുകളിൽ ഉയർത്തുന്ന പുസ്തകമാണ് ആദ്യത്തെ 4 പുസ്തകങ്ങൾ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരുമിച്ച് യേശുവിനെ ഇവിടെ ഉയർത്തണം. 4 സുവിശേഷങ്ങൾ എന്ന് വിശേഷിപ്പിക്കുമെങ്കിലും 4 സുവിശേഷങ്ങളില്ല, ഒറ്റ സുവിശേഷം മാത്രമേ ഉള്ളൂ. ഒറ്റ സുവിശേഷം. പിന്നെന്താ ഉപദേശി 4 പുസ്തകത്തിൽ 4 സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞത്? ഒറ്റ സുവിശേഷം. ആ സുവിശേഷത്തിന്റെ 4 വീക്ഷണങ്ങളാണ് 4 സുവിശേഷത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷം ഒന്നേ ഉള്ളൂ. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. ഇവിടെ സുവിശേഷം എന്ന് പറയുന്നത് ഒരു മതപ്രസംഗമല്ല, ആരുടെയും അഭിപ്രായമല്ല. സുവിശേഷം എന്ന് പറയുന്നത് മനുഷ്യനെ മാറ്റിയെടുക്കുവാൻ കഴിവുള്ള യേശു ക്രിസ്തുവാണ്. സുവിശേഷത്തിന്റെ പ്രതിവാദ വിഷയം. ആ സുവിശേഷത്തിന്റെ വ്യക്താക്കളായി തീരാൻ ഈ തലമുറയിൽ ഭാഗ്യം ലഭിച്ചവനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം പറയുകയാണ്. യേശു കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, എനിക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്ന പലതും നൽകാനാണ് യേശു ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള ചിന്തയ്ക്കപ്പുറമായിട്ട് യേശു തരാൻ വേണ്ടി മാത്രമല്ല, തകരാൻ വേണ്ടി കൂടെയാണ് യേശു ഈ ഭൂമിയിൽ വന്നത് എന്നുള്ള ബോധ്യം ഈ ഭൂമിയിൽ ഒരു മനുഷ്യരും അറിയരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൈശാചിക ലോകം ദേശത്തിലുണ്ട്. തകർന്ന യേശുവിനെ അറിയരുത്, തരുന്ന യേശുവിനെ അറിയണം. സൗഖ്യം തരുന്ന യേശുവിനെ അറിഞ്ഞോ? അപ്പം തരുന്ന യേശുവിനെ അറിഞ്ഞോ? യേശു എന്തിനു വന്നു എന്നറിയാതെ യേശു എന്തൊക്കെ ചെയ്തു എന്നോ മാത്രം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൈശാചിക ലോകം എക്കാലത്തും സുവിശേഷത്തിനെതിരെ ഉണ്ട്. യേശു കർത്താവ് എനിക്ക് വേണ്ടി ജീവൻ നൽകി തന്നു. യേശു കർത്താവ് എനിക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു എന്നുള്ള ആഴമായ ബോധ്യം വെളിപ്പെട്ട് ലഭിക്കരുതെന്ന് പൈശാചിക ലോകം ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു വെളിപ്പാട് മനുഷ്യന്റെ അകത്ത് കയറിയാൽ ഒരു കാര്യം സത്യമാണ്, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി നിങ്ങൾ ജീവിതം കൊടുക്കും. നമുക്ക് വേണ്ടി യേശു ഊറ്റി തന്നത് ഒരു കുപ്പി രക്തമല്ല, അവസാനത്തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്ന ഒരു പ്രാണനാഥനുണ്ടെന്ന് ഈ രാത്രി തിരിച്ചറിയരുതെന്ന് ശത്രുലോകം ആഗ്രഹിക്കുമ്പോൾ ഈ സുവിശേഷത്തിന്റെ ശക്തിയാൽ അതിനെ തിരിച്ചറിയിക്കുക എന്നത് സ്വർഗം ആഗ്രഹിക്കുന്നത്. നീ ദൈവപുത്രനെങ്കിൽ ഒന്ന് ചാടിയേ. യേശു കർത്താവ് ചാടിയില്ല. എടാ പിശാചേ, ഞാൻ ചാടിയല്ല, ദൈവത്തിന്റെ പുത്രനാണ് തെളിയിക്കുന്നത്. കാൽവറിയിൽ കയറിയ നീ പറയുന്നത് പോലെയുള്ള കല്ലിനെ അപ്പമാക്കുന്ന ഒരത്ഭുതം ചെയ്തിട്ടല്ല ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന് തെളിയിക്കുന്നത്. പിന്നെയോ കാൽവറി ക്രൂശിൽ പരമയാഗമായി തീർന്നിട്ടാണ് ഞാനത് തെളിയിക്കുന്നത്. യേശു നിന്ദിക്കപ്പെട്ടത്, യേശു അടിക്കപ്പെട്ടത്, യേശു വ്യസനപാത്രമായി തീർന്നത്, യേശു മുറിവേറ്റത്,
യേശു തകർക്കപ്പെട്ടത്, യേശു ശിക്ഷിക്കപ്പെട്ടത്, അവൻ പീഡിപ്പിക്കപ്പെട്ടത്, അവൻ അകത്തുയാഗമായി തീർന്നത്, തലയിൽ മുൾക്കിരീടം ഏറ്റപ്പെട്ടവനായി തീർന്നത്, കണ്ണുകെട്ടി തല്ലപ്പെട്ടവനായി മാറിയത്, മുഖത്ത് കാർക്കിച്ചു തുപ്പലേൽക്കപ്പെട്ടവനായി നിന്നത്, തുറമുഴവിച്ചാല് പോലെ കീറപ്പെട്ടവനായി മാറിയത്, ഭാരമേറിയ മരക്കുരിശും വേറി യമത മുതൽ ഗോൽഗോഥ വരെ 14 പ്രാവശ്യങ്ങൾ വീടുമെഴുതേറ്റു. 2 കള്ളന്മാരുടെ നടുകളിൽ 3 ആണികളിൽ യേശു തറയ്ക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു അറിയാമോ? യേശുവിന്റെ ദൈവത്വത്തെ ലോകത്തിനൊന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായി.